ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഇതിലും വലിയൊരു നാണക്കേട് ചരിത്രത്തിൽ വേറെ നേരിടാനുണ്ടാകില്ല. സ്വന്തം അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ അതേ ഏജൻസി തന്നെ കള്ളപ്പണ നിരോധന നിയമപ്രകാരം നേരിട്ട് കേസെടുക്കേണ്ടി വന്നിരിക്കുന്നു. കൊച്ചി ഇ ഡി യൂണിറ്റിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പ്രതിയാക്കി ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തത് കേവലം ഒരു ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ അഴിമതിയായി മാത്രം ഒത്തുതീർക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാക്കളെയും ഭരണകൂടത്തിന് അനഭിബന്ധരായവരെയും വേട്ടയാടാൻ ഡൽഹിയിൽ നിന്ന് എണ്ണിയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന അതേ ഇ ഡി ഇന്ന് സ്വന്തം കൂടാരത്തിലെ അഴുക്കുചാലുകൾ വൃത്തിയാക്കാൻ പാടുപെടുകയാണ്. കൊല്ലത്തെ കശുവണ്ടി വ്യാപാരി അനീഷ് ബാബുവിനെതിരെയുള്ള തട്ടിപ്പ് കേസ് അട്ടിമറിക്കാൻ 2 കോടി രൂപയാണ് ശേഖർ കുമാറും കൂട്ടാളികളും ചേർന്ന് ആവശ്യപ്പെട്ടത്. സംസ്ഥാന വിജിലൻസ് കെണിയൊരുക്കി 2 ലക്ഷം രൂപയുമായി ഇ ഡിയുടെ ഏജന്റുമാരെയും കൊച്ചിയിലെ ചാർട്ടേഡ് അക്കൗണ്ടിനെയും അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ അഴിമതിയുടെ ആഴം പുറം ലോകം അറിഞ്ഞത്. ഒന്നാം പ്രതിയായ ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന ഏജൻസി പല്ലും നഖവും ഉപയോഗിച്ച് ശ്രമിച്ചെങ്കിലും കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടി അയാൾ തടി തപ്പുകയായിരുന്നു. സംസ്ഥാന വിജിലൻസ് കേന്ദ്ര ഏജൻസിയുടെ ഉന്നതനെ പൂട്ടി ഇ ഡിയുടെ അന്തസ് പൂർണ്ണമായും തകർക്കുമെന്ന് കണ്ടപ്പോഴാണ് ഡൽഹിയിൽ നിന്നുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നത്. കേസ് ഒതുക്കാൻ നോക്കിയാൽ തങ്ങളുടെ വിശ്വാസ്യതയും രാഷ്ട്രീയ അജണ്ടകളും ജനമധ്യത്തിൽ പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയമാണ് ഇപ്പോൾ ഡൽഹി ആസ്ഥാനത്ത് നിന്നുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഈ ദ്രുതഗതിയിലുള്ള നീക്കത്തിന് പിന്നിൽ. വാസ്തവത്തിൽ കേരളത്തിൽ ഇ ഡി നേരിടുന്ന ആദ്യത്തെ നാണക്കേടല്ലേ ഇത്. സ്വർണ്ണക്കടത്ത് കേസും ലൈഫ് മിഷനും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും ഉൾപ്പെടെയുള്ള വമ്പൻ കേസുകൾ മാസങ്ങളോളം പുകഞ്ഞു നിന്നിട്ടും അന്വേഷണങ്ങൾ എവിടെയും എത്താതെ പാതി വഴിയിൽ നിലച്ച അവസ്ഥയിലാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി മാത്രം കേരളത്തിലെ പ്രമുഖ നേതാക്കളെ പ്രതിരോധത്തിലാക്കാൻ അന്വേഷണം ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം ഇ ഡിക്കെതിരെ ശക്തമാണ്. അതിനിടയിലാണ് വേലി തന്നെ വിളവ് തിന്നുന്ന ഈ കൈക്കൂലി വിവാദം ഇ ഡിയെ തീർത്തും പ്രതിരോധത്തിലാക്കുന്നത്. കരുവന്നൂർ കേസിൽ CPM-നെ വെട്ടിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഏജൻസിയുടെ വിശ്വാസത്തേക്കാണ് സ്വന്തം ഉദ്യോഗസ്ഥന്റെ ഈ കോഴക്കേസ് അക്ഷരാർത്ഥത്തിൽ വലിയൊരു തിരിച്ചടിയായത്. തങ്ങൾ തൊടുന്നതല്ല സത്യമാണെന്നും തങ്ങളുടെ നടപടികൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു കേന്ദ്ര ഏജൻസിയുടെ പരമമായ ഗതികേടാണ് കൊച്ചിയിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. സ്വന്തം പ്രതിച്ഛായ തകരാതിരിക്കാൻ സ്വന്തം ഉദ്യോഗസ്ഥരെ തന്നെ ബലിയാടാക്കേണ്ടി വരുന്ന നാണംകെട്ട അവസ്ഥ. മുൻകൂർ ജാമ്യം നേടി കറങ്ങി നടക്കുന്ന ശേഖർ കുമാറിനെയും ചാർട്ടേഡ് അക്കൗണ്ട് രഞ്ജിത്ത് വാര്യരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഡൽഹി സംഘം കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഈ കേസിൽ വിട്ടുവീഴ്ചയില്ലാത്ത മാതൃകാപരമായ നടപടി ഉണ്ടായാൽ മാത്രമേ കേന്ദ്ര ഏജൻസിക്ക് നഷ്ടപ്പെട്ട നാണക്കേടിന്റെ ആഴം കുറച്ചെങ്കിലും നികത്താനാകും. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഉപകരണമായി സ്വയം അധപ്പതിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ജീർണതകൾ പടരുമെന്നതിന്റെ കൃത്യമായ മുന്നറിയിപ്പാണ് ഈ കൊച്ചി കൈക്കൂലി കേസ് നൽകുന്നത്.